തിളക്കം കൊണ്ട് മാത്രമല്ല ഔഷധ ഗുണം കൊണ്ടും മനുഷ്യനെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ് രത്നങ്ങൾ. പ്രകൃതിയുടെ വരദാനമായ രത്നങ്ങളെക്കുറിച്ച് കൂടുതലറിയാം രത്നശാസ്ത്രയിൽ. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സർ. നമസ്കാരം. നമസ്തേ. നമ്മൾ രത്നശാസ്ത്രയിൽ രത്നശാസ്ത്രം എന്ന പുസ്തകത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പങ്കുവച്ചത്. നമ്മളതിൽ പുസ്തകത്തിൽ വന്നിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് അതിൻ്റെ എവിടെ നിന്നാണ് നമ്മൾ രത്നങ്ങൾ കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു ഈ രത്നങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പം ഇതിൻ്റെ ഈ ഡ്യൂപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പം നടക്കുന്ന ട്രീറ്റ്മെൻറ്റ്സുകളൊക്കെ അധികം ആർക്കും അങ്ങനെ അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യങ്ങളും ഈ രത്നശാസ്ത്രം എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രത്നശാസ്ത്രത്തിലെ പ്രധാന പോയിന്റുകളിൽ ഒന്ന് നമുക്ക് രത്നങ്ങളുടെ സോഴ്സ്, ഉറവിടങ്ങൾ എവിടെ നിന്നൊക്കെയാണ് ഇത് ലഭിക്കുന്നത് എന്നുള്ളത്. പിന്നെ അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, അത് മനുഷ്യനെ സ്വാധീനിക്കുന്ന വിധം, മനസ്സിലായല്ലേ? ഇതിൻ്റെ ഡ്യൂറബിലിറ്റികൾ, പല രത്നങ്ങൾക്കും ലോങ് ഡ്യൂറേഷൻ ഉള്ളതുണ്ട്, ഷോർട്ട് ഡ്യൂറേഷനുള്ള കല്ലുകളുണ്ട്, അതിനെക്കുറിച്ച്. പിന്നെ നമുക്ക് രത്നങ്ങൾ കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള ജനറൽ ഫംഗ്ഷൻ. പിന്നെ പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക്. ഡ്യൂപ്ലിക്കേറ്റ് രത്നങ്ങളുണ്ട്. അതുകൂടാതെ ഈ രത്നങ്ങൾ ഇതിൻ്റെ ഡിമാൻഡുകൾ വർദ്ധിച്ചതോടൊപ്പം തന്നെ ഇഷ്ടം പോലെ ഹീറ്റഡും ട്രീറ്റഡുമായിട്ടുള്ള കല്ലുകൾ മാർക്കറ്റിൽ ഇറങ്ങി. സ്വാഭാവികമാണല്ലോ. അതെ. അപ്പോൾ രത്നങ്ങൾ ഇപ്പോൾ നമ്മൾക്കൊരു 15-20 കൊല്ലമായിട്ട് നമ്മൾ രത്നത്തിൻ്റെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ചലഞ്ചസ്, നല്ല രത്നങ്ങൾ കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വരുന്ന പ്രധാന ചലഞ്ചെന്ന് പറയുന്നത് 3 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റോട് കൂടിയ രത്നങ്ങൾ മാർക്കറ്റിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. യഥാർത്ഥ ഒറിജിനൽ രത്നങ്ങൾ, ഒരു ഹീറ്റിങ്ങും ഒരു ട്രീറ്റിങ്ങും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള രത്നങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു വലിയ ചലഞ്ച് തന്നെ. നമ്മളൊക്കെ അത് ശരിക്കും അനുഭവിച്ച ആൾക്കാരാണ്. കാരണം കല്ലുകൾ തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ മേലാത്തൊരവസ്ഥ. മറ്റേ ഞാൻ കോട്ടയത്ത് ഈ ഷോപ്പൊക്കെ ആരംഭിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ അത്രയും ഭീഷണി ഇല്ലായിരുന്നു. ഇന്നിപ്പം മറിച്ച് വളരെ വലിയ ഭീഷണി തന്നെയാണ്. അത് ഹീറ്റഡ് 3 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ കല്ലിനകത്തുണ്ട്. ഒന്ന് ഹീറ്റഡ്, ഒന്ന് ട്രീറ്റഡ്, ഒന്ന് ഡിഫ്യൂസ്ഡ് സ്റ്റോൺസ് എന്ന് പറയും. ഹീറ്റഡ് സ്റ്റോൺസ് എന്ന് പറയുന്നത്, അതായത് രത്നങ്ങൾ ഭൂമിക്കടിയിൽ ലഭിക്കുന്ന രത്നദളങ്ങളെന്നാണ് അവർ പറയുന്നത്. രത്നദളങ്ങൾ, വലിയ റോ സ്റ്റോൺസ് മൈനിങ് ചെയ്തെടുക്കുമ്പോൾ, ഈ മൈൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അത് വലിയ വലിയ കമ്പനികളാണ് ചെയ്യുന്നത്, മൈനിങ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ഭൂമിയുൽക്കൊണ്ടായി അല്ലെങ്കിൽ ഉരുൾപൊട്ടി അങ്ങനെ കല്ല് കിട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇത് ഖനനം കോൺട്രാക്റ്റായിട്ട് എടുത്തിട്ട് അവർ ചെയ്യുന്ന കമ്പനിക്കാരാണ്. ഒരുപാട് ലേബർ ഇൻവോൾവ്മെൻ്റ് ഉള്ളതാണ്. അതൊക്കെല്ലാം കിട്ടി വെളി വരുമ്പോൾ നമുക്കിപ്പോൾ ഉദാഹരണം, നമുക്ക് മഞ്ഞ പുഷ്യരാഗം അല്ലെങ്കിൽ യെല്ലോ സഫയർ എന്ന് പറയുന്ന കല്ല് കിട്ടിയാൽ യെല്ലോ കളർ എന്ന് പറയുന്ന പെയിൽ യെലോയിഷ് ആയിട്ടുള്ള കളറ് ഒരു വലിയ രത്നദളത്തിൻ്റെ ഒരു മൂലയെ മാത്രമേ ഉള്ളെങ്കിൽ അത് ഒരു മൈനിങ്ങുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടക്കളിയാണ്. കാരണം അത്രയും തൂക്കമുള്ള കല്ലിനകത്ത് യെലോയിഷ് ആയിട്ടുള്ള കളറ് ഒരു സൈഡിൽ മാത്രമേ ഉള്ളെങ്കിൽ അത് യെല്ലോ സഫയർ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി വൈറ്റ് സഫയർ എന്നും പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല. അല്ല, വൈറ്റ്നെസ് അത്ര ഇല്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് രാജ്യങ്ങളുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. ചില രാജ്യങ്ങളിൽ ഇത് വലിയൊരു ബിസിനസ്സാണ്. വലിയ ഫാക്ടറികൾ ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ യെല്ലോ സഫയർ ആണെങ്കിൽ അത് പ്രത്യേക ഈ കളറ് കുറഞ്ഞ യെല്ലോ സഫയർ ദളങ്ങൾ പ്രത്യേക തരത്തിൽ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ബെറിലിയം എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പം കളർ നല്ല മഞ്ഞ കളറായി, നല്ല തിളക്കമുള്ള കല്ലായി. മനസ്സിലല്ലേ? എന്നാൽ ഒറിജിനൽ യെല്ലോ സഫയർ എന്ന് പറയുന്നത് വളരെ പെയിൽ യെലോയിഷ് കളറാണ്. അതും ഇതുമായിട്ട് നോക്കിയാൽ സാധാരണക്കാരൻ ഒറിജിനൽ ശ്രീലങ്കൻ യെല്ലോ സഫയർ കണ്ടാൽ കാണുന്നതും ഇതുപോലെ തന്നെ ഹീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ബാങ്കോക്ക് സഫേഴ്സൊക്കെ ഉണ്ട്. അത് കണ്ടാൽ അതേ എടുക്കുകയുള്ളൂ. കാരണം കളർ അതിനാണ് കൂടുതൽ.
കളർ അതിനകത്തുള്ളൂ. അത് ആർട്ടിഫിഷ്യലാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അത് പ്രത്യേകം ഞാൻ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു അറിവായിട്ട് ആൾക്കാർക്ക് നിൽക്കും. പിന്നെ ഈ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഞാൻ ട്രീറ്റഡ് സ്റ്റോൺസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സൈഡിലുള്ള കളറ് മറ്റേ സൈഡിലേക്കൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. അത് ഹീറ്റിംഗ് എന്നാണ് പറയുന്നത്. ഞാൻ മുമ്പേ എലോസഫാറിന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യും. അത് മറ്റേത് ഹീറ്റിംഗ് ആണ്. ഹീറ്റിംഗ് വന്നാൽ ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുമ്പം ആ കളറ് ഈവണായിട്ട് ഒരു കലയിലോട്ട് വരുന്ന ഒരു രീതിയാണ്. അതിപ്പോൾ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അതിനകത്ത് വേറെ ദൂഷ്യവശങ്ങളില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കളറ് നാച്ചുറാലിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നില്ല എന്ന് വേണം കരുതാനായിട്ട്. അതൊന്ന് സ്പ്രെഡ് ചെയ്യിക്കുന്നവർ. അതേസമയം ഡാർക്കായിട്ട് ബെറിലിയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുന്ന കല്ലിന് നാച്ചുറാലിറ്റി പോയി. അതിനകത്തൊരു ഒരു പുറത്തുനിന്നുള്ള വേറെ ഒരു കെമിക്കൽ അതിനകത്തേക്ക് ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പാലിനകത്ത് വിഷം ഇട്ട പോലെ ഒരു തുള്ളി ഇട്ടാൽ പോരെ എന്ന് പറഞ്ഞതുപോലെയാണ്. പിന്നെ അപ്പം നമുക്ക് ട്രീറ്റഡും ഹീറ്റഡും രണ്ട് കല്ലുകളുടെ കാര്യം വന്നു. പിന്നെ ഡിഫ്യൂസ്ഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്, അതായത് ഒരു യെല്ലോ സഫയർ അല്ല ഒരു ബ്ലൂ സഫയർ, അതിന് എന്തൊക്കെയാണ് അതിൻ്റെ നാച്ചുറലായിട്ടുള്ള കണ്ടൻസ് പോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് അതേ രീതിയിൽ ചെയ്തെടുക്കുന്ന ഡിഫ്യൂസ്ഡ് സ്റ്റോൺസ് എന്ന് പറയും. അത് നമുക്ക് ഉപയോഗിക്കാനേ കൊള്ളത്തില്ല. ജസ്റ്റ് കാണാനുള്ള ഒരു ഭംഗി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൽ പിന്നെയും നമുക്ക് ഉപയോഗിക്കാവുന്നത് നാച്ചുറലായിട്ടുള്ള ഈ മറ്റ് ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് ഇല്ലാതെ കളറ് ഒന്ന് സ്പ്രെഡ് ചെയ്യിച്ച മെത്തേഡെന്ന് പറയുന്ന ഈ ഹീറ്റഡ് സ്റ്റോൺസ് എന്ന് പറയുന്നത് വലിയ ദൂഷ്യം വരുന്നില്ല. അതുകൊണ്ടാണല്ലോ അത് ഇൻ്റർനാഷണലി അതിന് അക്സെപ്റ്റൻസ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് മൂന്നുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കല്ലും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എല്ലാ കല്ലും ഹീറ്റ് ചെയ്യാനോ ട്രീറ്റ് ചെയ്യാനോ പറ്റത്തില്ല. ഹാർഡ്നെസ് ഉള്ള കല്ലുകൾക്കകത്ത് മാത്രമേ നമുക്ക് ഈ പർട്ടിക്കുലർ ലെവൽ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറായി ചൂടാക്കുന്നത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ഉദാഹരണത്തിന് എമറാൾഡ് ഹാർഡ്നെസ് കുറഞ്ഞ കല്ല്, അതിനകത്ത് ഈ പറഞ്ഞ ഹീറ്റിങ്ങും ട്രീറ്റിങ്ങും ഒന്നും ചെയ്യാൻ പറ്റില്ല. എമറാൾഡിനകത്ത് ചെയ്യുന്ന ഗ്ലാസ് ഫില്ലിംഗ് ആണ്. അത് ഫ്രാക്ചർ ആയിട്ടുള്ള കല്ലുകൾ ഗ്ലാസ് ഫില്ല് ചെയ്ത് വരുന്ന ഒരുപാട് കമ്പനികൾ പ്രത്യേകിച്ച് വിദേശത്താണ് കൂടുതലുള്ളത്. ഗ്ലാസ് ഫില്ല് ഭയങ്കര ഷൈനിങ് ആയിരിക്കും അത്. അതായത് അതിൻ്റെ ഉള്ളിലുള്ള നാച്ചുറൽ ഫ്ലോസിനെയൊക്കെ മാറ്റി മറ്റേ അതിനകത്തല്ല പൊട്ടിപ്പോയി കല്ല്. അത് ഗ്ലാസ് ഇട്ട് അതേപോലെ ഫില്ല് ചെയ്ത് ഇങ്ങോട്ട് കയറ്റുക, തിളങ്ങി നിൽക്കും. അപ്പം നമ്മളുടെ ഷോപ്പുകളിലുള്ള എമറാൾഡൊന്നും ആ തിളക്കമില്ല. കാരണം നമ്മുടെ 100% നാച്ചുറൽ ഇൻക്ലൂഷൻസ്, നാച്ചുറൽ ഫ്ലോസ് ഉള്ള കല്ല് വേണം നമ്മൾ ശരിക്കും യൂസ് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ എമറാൾഡ് മരതകം എന്ന് പറയുന്ന കല്ല് ഭൂമിയിൽ ഉരുത്തിരിഞ്ഞുണ്ടാകുമ്പോൾ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് അതിനകത്ത്, നാച്ചുറൽ ഇമ്പ്യൂരിറ്റീസ് അതിനകത്ത് കുറേ എല്ലാം വിസിബിലിറ്റി ഉണ്ട്. അതതിൻ്റെ നാച്ചുറൽ ഐഡൻറ്റിറ്റിയാണ്. ഒട്ടുമില്ലാതെ ഇപ്പോൾ നെക്ലസൊക്കെ പോയി നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഭയങ്കര ഷൈനിങ് ആയിരിക്കും. റൂബിയുടെ നെക്ലസ്, അതുപോലെ എമറാൾഡിൻ്റെ നെക്ലസ് കണ്ട ഭയങ്കര ഷൈനിങ് വെച്ചാൽ ഗ്ലാസ് ഫില്ലിങ്ങാണ്. അതിനകത്ത് എമറാൾഡിൻ്റെ ഒരു പെർസെൻറ്റേജേ കാണത്തുള്ളൂ. ഒരു ഡ്യൂറബിലിറ്റി എല്ലാം കുറവായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടും. അത് കാരണം ഇത് സിങ്ക് ആകത്തില്ല കുറച്ച് കഴിയുമ്പോൾ, ഈ ടെമ്പറേച്ചറൊക്കെ കൊണ്ടുവന്നിട്ടേ. അപ്പോൾ നമുക്ക് ഒരുപോലെ എല്ലാ കല്ലുകളകത്തും ഹീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഈ രത്നങ്ങളുടെ ആ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ്നെസ് അനുസരിച്ചിട്ടാണ് അറിയാലോ ഓരോ രത്നങ്ങളുടെ ഈ ട്രീറ്റ്മെൻറ്റുകൾ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നവർക്ക് അറിയാമല്ലോ ഇതിൻ്റെ. അവരത് മുഴുവൻ പഠിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ പേൾസിനകത്ത് കോറൽസിനകത്തൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിനകത്ത് ഒട്ടും മിനറൽസ് ഇല്ല. അതിനകത്ത് മുഴുവൻ കാൽഷ്യം ഉള്ളത്, കാൽഷ്യം കാർബണേറ്റ്. അപ്പോൾ അതിനെന്നാ ചെയ്യുന്നത്? ഇപ്പം അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കോറൽസ് പൊടിക്കുക. അപ്പോൾ കോറൽസിൻ്റെ പൗഡർ മിക്സ്ഡ് വരുക. എല്ലാത്തിനും ഇപ്പം നല്ല നോട്ട് കള്ളനോട്ടെന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും അതിനൊരു മെത്തേഡ് ഉണ്ട്. ഏറ്റവും സേഫ്റ്റി ആയിട്ട് ATM ൽ നമ്മൾ പൈസ എടുക്കുക എല്ലാം ചെയ്ത് അത് ലൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇതിനകത്ത് കോറൽസിനകത്ത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ്സുകളെ കുറിച്ചാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കോറൽസിനകത്തും പേൾസിനകത്തും ഹീറ്റ് ട്രീറ്റഡോ അങ്ങനെയുള്ള ഒന്നും പറ്റില്ല. കാരണം അത് സോഫ്റ്റാണ്. വളരെ
ഡ്യൂറബിലിറ്റി കുറവാണത്. വളരെ കെയർ എടുത്ത് ചെയ്തില്ലെങ്കിൽ ആ കല്ല് നമുക്ക് യൂസ്ഫുൾ അല്ലാതെ പോകും. അത് പറയാം ഞാൻ, അതെങ്ങനെ സൂക്ഷിക്കേണ്ട വിധം അതൊക്കെ നമ്മുടെ ബുക്കിനകത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഈ രത്നങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത്. അതിനകത്ത് ഈ കോറൽസിനകത്തും ഇപ്പോൾ നമ്മൾ ശരിക്കും കോറൽസ് നമുക്ക് മാർക്കറ്റിൽ ധാരാളം കോറൽസുകൾ കിട്ടും. പവിഴ മുത്തുകൾ, പവിഴ മാലകൾ, മോതിരത്തെ പിടിപ്പിക്കുന്ന മാലകൾ, ഡ്രം കോറൽസ്, അത് ഒരു പ്രത്യേക വിഭാഗക്കാർ താലിയിലൊക്കെ ഇടുന്ന കോറൽസ്. അതെല്ലാം ഇതിൽ നല്ല കോറൽസും ഉണ്ട്, ബ്ലീച്ച് ചെയ്ത് പൗഡർ മിക്സ് ചെയ്ത കോറൽസും ഉണ്ട്. പൗഡർ മിക്സ് ചെയ്ത കോറൽസ് എന്ന് പറഞ്ഞാൽ സ്കെൽട്ടൻസ്, വലിയ വലിയ ഫിഷുകൾ, വലിയ വലിയ ആനിമൽസിൻ്റെ അസ്ഥി പൊടിച്ച്, ബോണുകൾ പൊടിച്ച് അതിനകത്ത് കോറൽസിൻ്റെ പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് അതേ രൂപത്തിൽ കൊണ്ടുവരിക. കണ്ടാൽ വില കുറവാണ്. ഇപ്പോൾ നല്ല ഇറ്റാലിയൻ കോറൽസ്, ബ്ലീച്ച് ചെയ്യാത്ത കോറൽസ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ പൗഡർ മിക്സ്ഡ് കോറൽസിന് പകുതി വിലയ്ക്ക് മാർക്കറ്റിൽ കിട്ടും. സാറേ ഇത് നമ്മുടെ ഭയങ്കര വിലയാണല്ലോ, ഞാൻ പറയും നമ്മുടെ വിലയുണ്ട്, നമ്മുടെ നല്ല സാധനമാണ്. ബ്ലീച്ചിങ് ഇതൊക്കെ ഞാൻ ഇൻഫർമേഷൻസൊക്കെ എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുക്കാറുണ്ട്, ഈ ട്രീറ്റ്മെൻറ്റ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷൻസിന് വേണ്ടി, നമ്മുടെ ബിസിനസ്സിന് വേണ്ടി മാറ്റല്ല. ഓഫ് കോഴ്സ് എൻ്റെ ബ്രെഡും ബട്ടറും സ്റ്റോൺസിൻ്റെ ജെം സ്റ്റോൺസാണ്. പക്ഷേ എന്നാൽ പോലും അത് അങ്ങനെ നമുക്ക് അതിനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനുള്ളത് കൊടുക്കണം. ഞാനിതിൻ്റെ എല്ലാം ടിപ്സും പറയാറുണ്ട്, ഇതെങ്ങനെ ആൾക്കാർക്ക് സെലക്ട് ചെയ്യേണ്ട രീതികൾ. നമുക്കിപ്പം അസ്ട്രോളജേഴ്സ് പലരും ജമ്മോളജിയിൽ ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളവരല്ല. അസ്ട്രോളജിൻ്റെ അവരുടെ ഫീൽഡിൽ ചിലപ്പോൾ അവർ വളരെ അഗ്രഗണ്യന്മാരാണെങ്കിലും ഈ കല്ലിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ കല്ല് വൃത്തിയായിട്ട് നമ്മൾ സബ്ജക്റ്റ് പഠിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് സ്റ്റോൺ വാങ്ങുന്ന ഒരുപാട് അസ്ട്രോളജേഴ്സ് ഉണ്ട്. അവർ റെക്കമെൻഡ് ചെയ്യും, ശിവാസി പോയി ചോദിച്ച് നോക്കിയിട്ട് കറക്റ്റായുള്ള രക്തം ഞാൻ നോക്കി മേടിച്ചോളാൻ പറയുന്നത് ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊന്നും നമ്മൾ വെറുതെ പറയുന്നൊന്നുമല്ല. അപ്പം അതെങ്ങനെ ചെയ്യണം, അതിൻ്റെ ടിപ്പ് ശരിക്കും പറയാൻ നമ്മുടെ ഒരു ടിപ്പാണ്, ഒരു സീക്രട്ടാണ് നമ്മൾ പബ്ലിക്കിൽ പറഞ്ഞു കൊടുക്കാം. എന്തിന് നമ്മൾ മൂടി വെക്കണം? വരുന്ന ആൾക്കാർക്ക് കൊണ്ട് പ്രയോജനം ഉണ്ടാകട്ടെ. എന്നെ ഇതിനകത്ത് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് പേരിനെ ഇതിൻ്റെ കാര്യങ്ങൾ ഇന്ന കല്ലുകൾ പറയണം. അക്വാമറൈൻ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ സാറേ എത്ര ആഴ്ചയായി ഞാൻ പറയുന്നു, സാറേ ഒന്ന് വിവരിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോണുകളെക്കുറിച്ച് ആൾക്കാർക്കും ബോധമുണ്ട്. മറ്റൊന്നും അക്വാമറൈനൊക്കെ ഒരു 15 കൊല്ലം മുമ്പൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ ഡയമണ്ട്, റൂബി, കോറൽസ്, പേൾസ് അറിയാമെന്നല്ലാതെ അക്വാമറൈൻ സ്റ്റോണിനെ കുറിച്ചൊന്നും ആൾക്കാർക്ക് അത്ര ഒരു അറിവില്ല. ഇപ്പോൾ കുറേ ഇൻഫർമേഷൻസും ഉണ്ട്, നമ്മളിങ്ങനെ പാസ് ഓൺ ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ്സുകളെ കുറിച്ച് പറഞ്ഞു. ഇപ്പം ഹാർഡ്നെസ് ഉള്ള കല്ലുകൾക്കാണ് കൂടുതലും ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ്സുകൾ നടക്കാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ പ്രീഷ്യസ് കാറ്റഗറിയിലാണ് ഈ കൂടുതലും ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഏരിയ എന്നത്. സെമി പ്രീഷ്യസ് കാറ്റഗറിയിലേക്ക് വരും. സെമി പ്രീഷ്യസ് ഒന്നും അത്രയും വരത്തില്ല. ഒന്നത് അവൈലബിളാണ് ഇഷ്ടം പോലെ. അതിന് വില കുറവ്. ഈ വില കുറഞ്ഞ കല്ലിനകത്ത് വീണ്ടും കാശ് മുടക്കി ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ പഴയ വണ്ടി ഇട്ട് കണ്ടമാനം എഞ്ചിൻ പണിത് ശരിയാക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയാണിത്. ഇപ്പോൾ ഹീറ്റ് അവൈലബിലിറ്റി കുറഞ്ഞ കല്ലുകളിലാണ് ഈ വക പരിപാടികളെല്ലാം. ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ടുള്ള സംഗതിക്കകത്ത് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ രത്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ഓരോ രത്നങ്ങളും അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതകളുണ്ട്. അത് സൂക്ഷിക്കുന്ന വിധം. എമറാൾഡിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന പോലെ അല്ല നമ്മൾ റൂബി സ്റ്റോണിനെ. അതെ, തീർച്ചയായിട്ടും എല്ലാ രത്നങ്ങളും അതിൻ്റെ ഹാർഡ്നെസ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ വ്യത്യാസം. നമ്മൾ എത്ര റഫായിട്ട് ഉപയോഗിച്ചാലും ഒരു ദോഷം വരാത്ത ഒരു കല്ല് ഡയമണ്ടാണ്. അതിന് ഭയങ്കര ഹാർഡ്നെസ്സാണ്. അതുപോലെ അല്ലെങ്കിൽ ഹാമറിന് അടിക്കണം അത് പൊട്ടണമെങ്കിൽ. അങ്ങനെ സ്ക്രാച്ച് വീഴത്തില്ല. അതുകൊണ്ടാണ് ഇതിന് റീസെയിൽ വാല്യൂ ഒക്കെ വരുന്നത്. ഡയമണ്ട് അനുയോജ്യമാണോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ ഇതാണ്. ഞാൻ ഡയമണ്ടിൻ്റെ പ്രത്യേകത പറയുന്നത് കേട്ടോ. എന്നാൽ പിന്നെ ഡ്യൂറബിലിറ്റി ഉണ്ട്, ഡയമണ്ട് മേടിച്ച് ധരിച്ചേക്കാൻ അങ്ങനെ കരുതരുത്. അതല്ല ഈ പറയുന്നത്. ഡ്യൂറബിലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ എത്ര ശ്രദ്ധിച്ചാലും പെട്ടെന്ന് ഒരു കളർ മങ്ങുകയും ചീത്തയായി പോവുകയും ചെയ്യുന്ന കല്ലുകളുടെ കൂട്ടത്തിലാണ് പേൾസ്, ടർക്വൈസ്, അംബർ, ഓപ്പൽസ്, ഇതെല്ലാം ആ കാറ്റഗറി പെടുന്നത്. ടർക്വൈസൊക്കെ ഭയങ്കര ട്രെൻഡിയാണ്, ആൾക്കാർക്ക് ബ്രേസ്ലെറ്റും ഒക്കെ ഇടും. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോഴേ, കാരണം നമ്മളുടെ ഷോപ്പിലൊക്കെ നമ്മൾ പറഞ്ഞാണ് കൊടുക്കുമ്പോൾ ഇത് പോകും,
കോറൽസ് നിങ്ങൾ മേടിച്ച് ഇപ്പോൾ കൊണ്ടുപോയ ഭംഗി നിങ്ങളുടെ ഉപയോഗത്തിൽ കാണത്തില്ല, ഇത് തേയുമെന്ന് പ്രത്യേകം പറഞ്ഞാൽ കൊടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ അത് അപ്പോൾ അവർക്ക് മനസ്സിലാകുമല്ലോ. അല്ലെങ്കിൽ അവരെന്താ ഇത് പെട്ടെന്ന് ഇത് കല്ല് മോശമായിട്ടാണെന്ന് ഇരിക്കുക. ഏറ്റവും നല്ല കല്ലായതുകൊണ്ടാണ് ഈ തേയ്മാനമൊക്കെ സംഭവിക്കുന്നത്. അല്ലാത്തതിന് തേയ്മാനം ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രത്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഏകദേശം നമ്മൾ ആ രത്നത്തെക്കുറിച്ചുള്ള ഒരു കുറച്ച് വിവരങ്ങളൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓൺലൈനിലൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ കല്ലുകൾ വാങ്ങുമ്പോൾ അത് ധരിക്കുക, ഷോപ്പിൽ നിന്ന് ആൾക്കാർ കൊടുക്കുമ്പോൾ അത് പറഞ്ഞ് കൊടുക്കുക. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ രത്നങ്ങളെക്കുറിച്ച് മാത്രമല്ല നമ്മൾ രത്നശാസ്ത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് വന്നിരുന്നത്. നമ്മൾ ഓരോ രാശി അല്ലെങ്കിൽ ഓരോ ലഗ്നത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകൾ ഒക്കെ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് കുംഭരാശിനെക്കുറിച്ചും കുംഭലഗ്നത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെയാണ്. ഇപ്പോൾ അതിന് ശേഷം നമ്മൾ ഇനി അടുത്തത് ഏതിലേക്കാണ് നമ്മൾ കാണും? കുംഭം മീനം 12ാമത്തെ രാശി ജലരാശിയാണ്. മീനം രാശിയിലേക്കാണ് നമ്മൾ ഇനി പേര് പോലെ തന്നെയാണ്. ഒരു മീൻ ഇങ്ങനെ താഴോട്ട് നീന്തുന്ന ഒന്ന് മേലിലോട്ട് നീന്തുന്നതായിട്ടുള്ള ഒരു സിമ്പിളാണ് അതിനകത്ത്. ജലരാശിയാണ്, പക്ക ജലരാശി എന്ന് പറയുന്നത്. ജലതത്വമാണ് അതിനകത്തുള്ളത്, ജലതത്വം ഉള്ളത്. വ്യാഴത്തിൻ്റെ ക്ഷേത്രം അത്. വ്യാഴമാണ് അതിൻ്റെ അധിപൻ. മീനം രാശിയുടെ അധിപൻ വ്യാഴമാണ്. ധനു മീനം ഇത് രണ്ടും വ്യാഴത്തിൻ്റെ ക്ഷേത്രങ്ങളും സുക്ഷേത്രങ്ങളുമാണ്. വ്യാഴം എന്ന് പറയുമ്പം നമുക്ക് ഒരു ഡിവിനിറ്റിയാണ് അതിന് മുന്നേ നിൽക്കുന്നത്. ആത്മീയതയും കാരുണ്യവും സിമ്പതിയും അലിവും ഒക്കെയാണ്, സ്നേഹവും ഒക്കെയാണ് വ്യാഴം നമുക്ക് തരുന്നത്. വ്യാഴത്തിൻ്റെ കൂടുതലും ഗുണഗണങ്ങൾ അതാണ് ആ ഒരു പ്ലാനറ്റിൻ്റെ ഒരു നേച്ചർ അതാണ് വ്യാഴം. അപ്പോൾ അത് കൊണ്ട് എപ്പോഴും ഒരാളുടെ ബർത്ത് ചാർട്ടിൽ നമ്മൾ വ്യാഴത്തിന് ആണ് ഇമ്പോർട്ടൻസ് ആദ്യം കൊടുക്കുന്നത്. വ്യാഴം നന്നായിട്ട് നിന്നാൽ പല കാര്യങ്ങൾക്കും ഒരു പരിഹാരം എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. വ്യാഴത്തിന് അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു ഡിവൈൻ പ്ലാനറ്റാണ് വ്യാഴം. ധനു വ്യാഴത്തിൻ്റെ ഓൺ ക്ഷേത്രമാണ്. മീനം അഥവാ പൈസിസ് എന്ന് പറയുന്നത് ഓൺ ക്ഷേത്രമാണ്. കർക്കിടകം അഥവാ ക്യാൻസർ എന്ന് പറയുന്ന ഹൗസ് സൈൻ നമുക്ക് എക്സോൾട്ടഡ് ആണ്. സൈൻ ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത് മകരമാണ്. മകരം നീചരാശി. ഇത്രമാണ് വ്യാഴത്തിന് ഈ 12 ഹൗസസിലുള്ള റോൾസ്. പിന്നെ അതെല്ലാം എവിടെല്ലാം നിൽക്കുന്നു എന്നനുസരിച്ചിട്ടാണ് ആ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത്. ഇപ്പോൾ 10th ഹൗസിൽ മിഥുന ലഗ്നം 10th ഹൗസിൽ വ്യാഴം നിൽക്കുകയാണെങ്കിൽ 100% ആ വ്യാഴം ഓൺ ക്ഷേത്രത്തിൽ കർമ്മസ്ഥാനത്ത് ആ വ്യക്തിയുടെ 10th ഹൗസിൽ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ ഡെഫിനറ്റ്ലി അയാൾക്ക് ഏത് കരിയറിൽ നിന്നാലും ഒരു ഗുരുസ്ഥാനമുള്ള ആളായിരിക്കും. കരിയറിൽ അദ്ദേഹത്തിന് ഒരു നല്ല ഒരു കരിയർ നയിക്കുന്ന ആളായിരിക്കും. ചിലപ്പോൾ വിദേശത്തായിരിക്കാം. ജലരാശിയാകുമ്പോൾ വിദേശം അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുറത്തായിരിക്കാം അതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നത്. ഈ കൗൺസിലിംഗ് പോലുള്ളവർ, സൈക്കോളജിസ്റ്റുകൾ, ഇവരെല്ലാം വ്യാഴമായിട്ട് കറക്റ്റ് ഗുരുസ്ഥാനം അതിനകത്തെല്ലാം വരുന്നത്. ഒരു കൗൺസിലറും ഒക്കെ ഒരു ഗുരുവാണല്ലോ. അപ്പോൾ അത് ആ സ്ഥാനമാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഓരോ സൈനിൽ ഈ 12th ഹൗസസിൽ ഫസ്റ്റ് ലഗ്നം മുതൽ എവിടെയൊക്കെയാണ് ഈ വ്യാഴം നിൽക്കുന്നത്, എവിടെയാണ് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് വ്യത്യാസം ഉണ്ടാവും നിൽക്കുന്ന. അതായിരിക്കും ആളിൽ വ്യാഴത്തിൻ്റെ ഇൻഫ്ലുവൻസ്. ഇപ്പം നമ്മൾ സംസാരിച്ചത് ജനറലായിട്ടുള്ള ഒരു കാര്യം. ഡിവിനിറ്റി ഉണ്ട്, ഡിവൈൻ ഇതാണ്. അത് ഒരു കൾച്ചർ, സാംസ്കാരികമായിട്ട് ബന്ധമുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ വ്യാഴം മാറി നിൽക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. ഒരു ബിസിനസ്സല്ല, ഒരു ബിസിനസ്സുകാരനല്ല വ്യാഴം ഒരിക്കലും. അത് ശനി എന്ന് പറയുന്ന പ്ലാനറ്റാണ്, അല്ലെങ്കിൽ സാറ്റേണാണ് ബിസിനസ്. ഇത് വ്യാഴത്തിന് അതില്ല. പിന്നെ സംസ്കാരവും കൾച്ചറും വിദ്യാഭ്യാസവും ഗുരുസ്ഥാനവും ഒക്കെയാണ് വ്യാഴത്തിൻ്റെ. അപ്പോൾ ഈ വ്യാഴം ഒരാളുടെ ചാർട്ടിൽ അല്ലെങ്കിൽ ആൾക്ക് കുറച്ച് നന്നായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഒരു ഈശ്വരാധീനമുള്ള ആളായിരിക്കും. എന്തെല്ലാം വിഷമതയിൽക്കൂടെ പോയാലും നിങ്ങൾക്ക് വ്യാഴം നല്ലതാണെങ്കിൽ അതിനൊരു എന്തെങ്കിലും പരിഹാരം ആ വഴിക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്.
അതുകൊണ്ടാണ് വലിയ ദേവപ്രശ്നങ്ങൾക്കൊക്കെ ഫസ്റ്റിലെ വ്യാഴം എവിടെ നിൽക്കുന്നു എന്നാണ് നോക്കുന്നത്. വ്യാഴം അസ്ഥാനത്തായിപ്പോയി അല്ലെങ്കിൽ അസ്ഥാനത്തെന്നുള്ളതല്ല, ഇപ്പം ആ ഒരു ആരൂഢം മറഞ്ഞാൽ ആ ദേവപ്രശ്നം ക്ഷേത്രപ്രശ്നം അവർ മടക്കി വെക്കത്തേ ചെയ്യത്തുള്ളൂ. അപ്പം വ്യാഴത്തിനുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ടാണ് ഞാനത് പറഞ്ഞത്. അത്രത്തോളം ഒരു പ്രാധാന്യം ഈ വ്യാഴത്തിൻ്റെ ഒരു പൊസിഷന് ഓരോ വ്യക്തികളുടെ ചാർട്ടിൽ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. ഓരോ ഹൗസസിൻ്റെ നമുക്ക് പ്രത്യേകം പറഞ്ഞു പോകാം. ലഗ്നത്തിൽ നിന്ന് ഓരോരോ ഹൗസിൽ നിന്നുള്ള ഗുണങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ വ്യാഴം സെക്കൻഡ് ഹൗസിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഐതർ വൃശ്ചിക ലഗ്നം ആകട്ടെ അല്ലെങ്കിൽ കുംഭലഗ്നം ആകട്ടെ, ഇതിൻ്റെ സെക്കൻഡ് ഹൗസ് ഡീൽ ചെയ്യുന്നത് വ്യാഴമാണ്. കുംഭത്തിൻ്റെ സെക്കൻഡ് ഹൗസ് മീനമാണ്, അത് വ്യാഴമാണ്. വൃശ്ചികത്തിൻ്റെ സെക്കൻഡ് ഹൗസ് ധനുവാണ്, അതും വ്യാഴമാണ്. അപ്പോൾ വ്യാഴം ഈ രണ്ട് ലഗ്നക്കാർക്കും നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു കഴിവ്, അത് സത്യസന്ധമായിട്ടും ഒരു ദൈവികതയോടുകൂടി സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും ഈ സെക്കൻഡ് ഹൗസിൽ വ്യാഴം സ്വക്ഷേത്രമായിട്ടോ എക്സോൾട്ടഡായിട്ടോ വന്നാൽ. പിന്നെ ഒരു ചാർട്ട് അതിനെക്കുറിച്ച് ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരാം, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഒരു കുട്ടിയുടെ ചാർട്ടായത് 2008. ഇതിനകത്ത് വൃശ്ചിക ലഗ്നം ധനുവിൽ വ്യാഴം നിൽക്കുക. ഈ കുട്ടി ഈ 2003, 2004 കാലഘട്ടങ്ങളിൽ കലോത്സവങ്ങൾ, സ്കൂൾ കലോത്സവത്തിൽ പാഠകം ക്ഷേത്രകലയാണ്. അതുപോലെ തന്നെ സോപാന സംഗീതം, ആലാപനം, ഇതിനെല്ലാം പ്രൈസുമായി മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടിയാണ്. സെക്കൻഡ് ഹൗസിൽ വ്യാഴമാണ്. അത് ചെയ്തത് ഇപ്പോൾ പാഠകത്തിൽ എക്സ്പേർട്ട് ആൾ. പാഠകം എന്ന് പറഞ്ഞാൽ പഴയ ക്ഷേത്രകലയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. അപ്പം ആ കുട്ടിയുടെ ചാർട്ടും ഈ ഒരു ഇതും കൂടെ എത്രയോ അടുത്ത് നിൽക്കുന്നത്. എൻ്റെ ഒരു ക്ലയൻ്റാണത്, ഈ ഒരു പേരൻസ്. അപ്പോൾ അത്രയും രണ്ട് ഗുരുസ്ഥാനമാണ്. ഈ കുട്ടി വളർന്ന് വരുന്നത് 2008 എന്ന് പറയുമ്പോൾ 17 വയസ്സായിട്ടുള്ളൂ. ഇതിന് തോറും അതിന് ഇത് ഡെവലപ്പ് ചെയ്ത് വരും. ഇത് നല്ല, ശരിക്കും പറഞ്ഞാൽ കുട്ടിക്ക് നല്ല ഒരു പഠിപ്പിക്കാൻ കഴിവുള്ള കുട്ടിയും കൂടെയാണ്. ഈ കലയിൽ വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റിന് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലഗ്നത്തിൽ വീനസ് നിൽക്കുന്നത്, അപ്പോൾ കലാകാരിയാണ്. അപ്പോൾ കലയുമായിട്ട് ബന്ധപ്പെട്ട ഗുരു തുല്യമായ ലെവലിലേക്ക് ഈ കലകളൊക്കെ പഠിപ്പിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഫഷനായിട്ട് വരാൻ ചാൻസ് ഉള്ള കുട്ടിയാണ്. ലഗ്നത്തിൽ ശുക്രനും 2 വ്യാഴം സ്വക്ഷേത്രം. പാഠകം പോലെയും സോപാന സംഗീതം പോലെയും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഈ കുട്ടി ഈ പ്രായത്തിൽ കൈകാര്യം ചെയ്യുകയും കലോത്സവത്തിൽ, ഞാൻ പേരൊന്നും പറയുന്നില്ല, വളരെ മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം നമ്മൾ എത്രമാത്രം നമ്മളെ ബർത്ത് ചാർട്ടിൽ ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇത്രയും നല്ല കഴിവുള്ള കുട്ടിയാണ്, നല്ല പെർഫോമറാണ്. എങ്കിലും ഈ കുട്ടികൾക്ക് ഒരു ചെറിയ മൈനസ് പോയിൻ്റ് എൻ്റെ ബർത്ത് ചാർട്ടിലുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മൈനസ് പോയിൻ്റ് അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടാകാം അവരെന്നെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. 2 ആഴ്ചയായിട്ടുള്ളൂ ഞാനോട്ട് കുറച്ച്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഈ കുട്ടി എന്തെല്ലാം ചെയ്താലും അതിന് വേണ്ട തരത്തിലുള്ള റെക്കഗ്നീഷനിലേക്ക് എത്തിയിട്ടില്ല. എന്തുകൊണ്ട്, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രേക്ഷകരോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ആ ഒരു വിവരം നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താം. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നന്ദി, നമസ്കാരം.